ദീപാവലി ആഘോഷത്തിന്റെ ഉത്സാഹത്തിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരുന്നത് കണ്ടു. ബാങ്ക് നിഫ്റ്റി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്കാണ് ഉയർന്നതെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്കാണ് എത്തിയത്. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ചോദ്യം അടുത്തതെന്ത് എന്നതാണ്. ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ ഒക്ടോബർ 27 മുതൽ 31 വരെയുള്ള വ്യാപാര ദിനങ്ങളിൽ ഓഹരി വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച റിവ്യൂ ആണ് അവതരിപ്പിക്കുന്നത്. ഫോക്കസ് ഓൺ ഫൈനാൻസ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒക്ടോബറുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാലമാണ് എന്നായിരുന്നു അത്. ഈ ഒക്ടോബറിലും കഴിഞ്ഞ ആഴ്ചകളിലെ പ്രകടനം നോക്കുമ്പോൾ മികച്ച തോതിലുള്ള പ്രകടനമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരാഴ്ച മാത്രമേ ഒക്ടോബർ അവസാനിക്കാൻ ബാക്കിയുള്ളൂ. അങ്ങനെ ഈ ഒക്ടോബറും പോസിറ്റീവായി അവസാനിക്കുമെന്ന് കരുതാനാണ് എല്ലാ ന്യായവും. കഴിഞ്ഞ 10 വർഷങ്ങളിലെ കണക്കെടുത്താൽ 7 വർഷങ്ങളിലും ഒക്ടോബറുകളിൽ വിപണി മുന്നോട്ടായിരുന്നു. ഈ വർഷത്തെ കൂടി അങ്ങനെ ആണെങ്കിൽ 8ാമത്തെ വർഷമായിരിക്കും അത്. ഇപ്പോൾ വിപണിയിൽ കാണുന്ന ആ പ്രസരിപ്പ് അല്ലെങ്കിൽ ഉത്സാഹം എന്ന് പറയുന്നത് ഒരു പുതിയ ബുൾ സൈക്കിളിന്റെ തുടക്കമാണോ സൂചിപ്പിക്കുന്നത്, അതോ താൽക്കാലികമായ ഒരു ഉത്സാഹം മാത്രമാണോ എന്ന ചോദ്യമാണ് നിക്ഷേപകർക്ക് മുന്നിലുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നത് നിലവിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് വിപണി മുന്നോട്ട് കുതിച്ചത് എന്നതാണ്. പ്രധാനമായും വിദേശ ധനസ്ഥാപനങ്ങളുടെ തിരിച്ചുവരവാണ് ഈ മാസം വിപണിയെ ഇത്രയേറെ മുന്നോട്ട് ഉയർത്താൻ സഹായിച്ചത്. ഇതിനു പുറമെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഏത് സമയവും ഒപ്പുവെക്കാൻ പാകത്തിലേക്ക് നീങ്ങുന്നു എന്ന ബഹുമുഖമായ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും വിപണിയുടെ ഉയർച്ചയ്ക്ക് വലിയ തോതിൽ സഹായകമാകുന്നതാണ് കണ്ടത്. ജിയോ പൊളിറ്റിക്കൽ, അതായത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തില് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ വലിയ തോതിൽ അയവ് വന്നിട്ടുണ്ട്. ഈ അയവ് വന്നതും വിപണിയെ വലിയ തോതിൽ ഉയരാൻ സഹായിച്ചിട്ടുണ്ട്. വരും വ്യാപാര ദിനങ്ങളിൽ എന്തൊക്കെയായിരിക്കും വിപണിയെ പ്രധാനമായും സ്വാധീനിക്കാൻ ഇടയുള്ള ഘടകങ്ങൾ എന്ന് പരിശോധിക്കാം. പ്രധാനമായും ഉള്ള ഒരു സംഭവം, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അതായത് തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ, അവയുടെ സംഘടനയായ ആസിയാന്റെ 47ാം ഉച്ചകോടി മലേഷ്യയിലെ ക്വാലലംപൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു. 28-നാണ് സമ്മേളനം സമാപിക്കുന്നത്. ഈ ഉച്ചകോടിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നു എന്ന പ്രാധാന്യത്തിന് പുറമെ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, കാനഡ, ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലെ ഭരണാധിപന്മാരും ഈ ഉച്ചകോടിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നില്ല. പകരം വിർച്വലായി മാത്രമാണ് സമ്മേളനം അറ്റൻഡ് ചെയ്യുന്നത്. ഈ സമ്മേളനത്തെ അല്ലെങ്കിൽ 47ാം ആസിയാൻ ഉച്ചകോടിയെ ലോകമെങ്ങുമുള്ള ബിസിനസ് സമൂഹവും അതുപോലെ തന്നെ ലോകമെങ്ങുമുള്ള ഓഹരി വിപണികളും വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും ഒക്കെയാണ് ഉറ്റുനോക്കുന്നത്. അതിന് പ്രധാന കാര്യം ട്രംപ് അതിൽ പങ്കെടുക്കുന്നു എന്നതും ട്രംപിന്റെ നാവിൽ നിന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്നതുമാണ്. ട്രംപ് എന്തു പറഞ്ഞാലും അത് വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയും അതിന് സ്റ്റോക്ക് മാർക്കറ്റുകളിലെല്ലാം തന്നെ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, അടുത്ത വ്യാപാര ദിനങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള പണപ്രവാഹമായിരിക്കും. ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി, അതായത് ഈ വർഷം തന്നെ 1.5 ലക്ഷം കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് വിദേശ ധനസ്ഥാപനങ്ങൾ
ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിറ്റഴിച്ചത്. എന്നാൽ അതിൽ നിന്നൊരു വലിയ മാറ്റമാണ് അടുത്ത ദിവസങ്ങളിലായി കണ്ടുവരുന്നത്. ആഗോള നിക്ഷേപകർക്കിടയിൽ ഇന്ത്യൻ വിപണിയോടുള്ള താല്പര്യം വലിയ തോതിൽ വർദ്ധിക്കുന്നതാണ് കാണുന്നത്. ഇത് സ്വാഭാവികമായും തുടരുമെന്നും അതിന്റെ പ്രതിഫലനം വിപണിയിൽ അനുഭവപ്പെടുമെന്നുമാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഈ ഒക്ടോബറിൽ തന്നെ സെൻസെക്സിൽ 6% വർധനയുണ്ടായത്. അതായത് ഏതാണ്ട് 5000 പോയിന്റോളം വർധന. ഈ വർധനയ്ക്ക് പിന്നിലെ പ്രധാന സംഗതി വിദേശ ധനസ്ഥാപനങ്ങളുടെ പിന്തുണയായിരുന്നു. അപ്പൊ ഈ പിന്തുണയ്ക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉള്ളത്. വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊരു പ്രധാന ഘടകം പണപ്പെരുപ്പത്തിന്റെ നിരക്കാണ്. പണപ്പെരുപ്പം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് 8 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലവാരമായ 1.54% താഴ്ന്നതാണ് കണ്ടത്. ഇതിന് പ്രധാനമായും കാരണമായത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടായ ഭീമമായ കുറവാണ്. ഇതിനു പുറമെ GST നിരക്കുകൾ യുക്തിസഹം ആക്കാൻ നടപടി സ്വീകരിച്ചതിലൂടെ അതിന്റെ പ്രത്യാഘാതവും പ്രതിഫലനവും വിപണിയിൽ കാണുകയുണ്ടായി. ഇതിന്റെയൊക്കെ ഫലമായാണ് പണപ്പെരുപ്പ നിരക്ക് തീരെ കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയത്. ഒക്ടോബറിലെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല, അത് താമസിയാതെ പുറത്തു വരും. ഒക്ടോബറിലെ നിരക്ക് സെപ്റ്റംബറിലെ 1.54%-ത്തേക്കാൾ താഴെ ആയിരിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. വിപണിയെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ചില പ്രധാന കമ്പനികളിൽ നിന്ന് പുറത്തു വരുന്ന ത്രൈമാസ പ്രവർത്തന ഫലങ്ങളാണ്. വളരെ വലിയ ചില കമ്പനികൾ ഈ ആഴ്ച പ്രവർത്തന ഫലം അവതരിപ്പിക്കുന്നുണ്ട്. അവയിൽ അദാനി ഗ്രീൻ, ടാറ്റ ക്യാപിറ്റൽ, കോൾ ഇന്ത്യ ലിമിറ്റഡ്, കാനറ ബാങ്ക്, ഡാബർ ഇന്ത്യ, ITC, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, മാരുതി തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഈ കമ്പനികളെല്ലാം പ്രമുഖ ആയതിന് തന്നെ സ്വാഭാവികമായും വിപണിയിലെ ഓഹരി വിലകളെ ഇത് വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന ഘടകം വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ സാധ്യതയാണ്. അങ്ങനെ ഒരു കരാർ ഉടൻ തന്നെ സാധ്യമാകുമെന്ന ഉള്ള പ്രതീക്ഷ വളരെ ശക്തമാണ്. ആ കരാർ നടപ്പാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഒപ്പുവയ്ക്കാൻ സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ താരിഫ് നിരക്കുകൾ വളരെ കുറഞ്ഞ തോതിലെത്തുമെന്നാണ് അനുമാനിക്കുന്നത്. നിലവിൽ 50% അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ ചുമത്തിയിരിക്കുന്ന തീരുവ. അതായത് 25% തീരുവയും അതിനു പുറമെ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിക്കുന്നതിന്റെ പേരിലുള്ള പിഴ എന്ന നിലയിലുള്ള 25%. ഈ 50% ഇറക്കുമതി തീരുവ 20%-ത്തിലേക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറയുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ കയറ്റുമതി വ്യാപാര രംഗത്തെ വലിയ തോതിലുള്ള ഒരു ഉണർവായിരിക്കും ഉണ്ടാക്കുക. വിപണിയെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാനുള്ള മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയിലെ റിഫൈനറികൾ, എണ്ണ ശുദ്ധീകരണശാലകൾ വരുത്തുന്ന കുറവാണ്. റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളാണ് റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവ. ഇവയ്ക്ക് രണ്ടിന്മേലും അമേരിക്കൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ ഈ കമ്പനികളിൽ നിന്ന് ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് എണ്ണ വാങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ പരിമിതി പരിഗണിച്ച് റോസ്നെഫ്റ്റിൽ നിന്നുള്ള ഇറക്കുമതി, അല്ലെങ്കിൽ അവിടെ നിന്ന് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിർത്തിവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പ്രതിദിനം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ റോസ്നെഫ്റ്റിൽ നിന്ന് മാത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെതായി ജാംനഗറിലുള്ളത്. ആ റിഫൈനറി കോംപ്ലക്സിന് ഒരു ദിവസം ആവശ്യമുള്ളത് 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. ഇത്രയും ബാരൽ ക്രൂഡ് ഓയിലും റിലയൻസ് സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ സമാഹരിക്കുന്നത് റഷ്യയിലെ സ്പോട്ട് മാർക്കറ്റിൽ നിന്നാണ്. ഇത് കുറച്ചുകൊണ്ടുവരാനും റിലയൻസ് ഇൻഡസ്ട്രീസ് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത്
കുറയ്ക്കാൻ ഏതാണ്ട് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ മാസം തന്നെ പലിശ നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ മാസം പ്രഖ്യാപിക്കുന്ന ഇളവിന് പുറമെ ഡിസംബറിൽ മറ്റൊരു ഇളവ് കൂടി വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഫെഡ് റിസർവ് 2 തവണ കൂടി പലിശ കുറച്ചാൽ സ്വാഭാവികമായും വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ ഡോളർ പ്രവാഹം ഇന്ത്യൻ വിപണിയിലേക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി വരും ദിവസങ്ങളിൽ ഓഹരി വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സെൻസെക്സ് അവസാനിച്ചത് 84,211.88 നിലവാരത്തിലാണ്. നിഫ്റ്റി അവസാനിച്ചത് 25,795.15 നിലവാരത്തിലും. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് നിലവാരം എന്ന് പറയുന്നത് 57,699.60 ആയിരുന്നു. നിഫ്റ്റിയുടെ പിന്തുണയുടെ നിലവാരം പരിശോധിച്ചാൽ 25,500 പോയിന്റ് നിലവാരത്തിൽ നിഫ്റ്റിക്ക് പിന്തുണ ഉണ്ടെന്ന് പറയാം. ഇത് വെറും പിന്തുണയല്ല, വളരെ ശക്തമായ പിന്തുണ തന്നെയാണ് 25,500 പോയിന്റിൽ നിഫ്റ്റിക്കുള്ളത്. ആ നിലവാരത്തിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ തൽക്കാലം കാരണങ്ങളൊന്നും കാണുന്നില്ല. അതേസമയം നിഫ്റ്റിയുടെ പ്രതിരോധ നിലവാരം എന്ന് പറയുന്നത് 26,000 പോയിന്റിലാണ്. അത് അല്പം ശക്തമായ ഒരു പ്രതിരോധ നിലവാരമാണ്. അത് പിന്നിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പിന്നിടാൻ കഴിഞ്ഞാൽ വിപണിക്ക് 26,200 പോയിന്റ് നിലവാരം കീഴടക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. എന്ന് മാത്രമല്ല, 26,200 പോയിന്റ് കീഴടക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചാൽ പിന്നീട് തുറന്നു കിട്ടുന്നത് സർവകാല ഔന്നത്യത്തിലേക്കുള്ള പാതയാണ്. അതായത് പിന്നെ ദിവസങ്ങൾ വേണ്ടിവരില്ല, ചിലപ്പോൾ നിമിഷങ്ങൾ മതിയാവും നിഫ്റ്റിക്ക് സർവകാല ഔന്നത്യത്തിലേക്ക്, അതായത് റെക്കോർഡ് ഹൈ നിലവാരത്തിലേക്ക് ഉയരാൻ. അത് പക്ഷേ ഈ വരും ദിവസങ്ങളിൽ തന്നെ, അതായത് വരുന്ന ആഴ്ചയിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ അത് അതിനടുത്ത ആഴ്ചയിലായോ സംഭവിക്കുക. അത് കൃത്യമായി നമുക്ക് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും അനുവദിക്കുന്നില്ല. എന്തായാലും വലിയ തോതിലുള്ള ഷോർട്ട് കവറിങ് കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടതായിരുന്നു. അത്ര വലിയ തോതിലല്ലെങ്കിലും ഏതാണ്ട് നല്ല തോതിൽ തന്നെ ഷോർട്ട് കവറിങ് നടന്നു. അത് വിപണിയുടെ കയറ്റത്തിന് സഹായകമായി. ഈ ആഴ്ചയും അതുപോലെ തന്നെ ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെയേറെ ഷോർട്ട് കവറിങ് ബാക്കിയാണ്. അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് നടക്കുകയാണെങ്കിൽ വിപണി വീണ്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി ഏതാനും കമ്പനികൾ ഫലപ്രഖ്യാപനം നടത്തുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അവ ഏതൊക്കെ തീയതികളിലാണെന്ന് വേഗം ഒന്ന് പരാമർശിച്ചു പോകാം. ഒക്ടോബർ 27-ന് ബാറ്റ ഇന്ത്യ, ചെന്നൈ പെട്രോ, PNB ഹൗസിംഗ് എന്നിവ ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. 28-ന് അദാനി ഗ്രീൻ, ശ്രീ സിമന്റ്, ടാറ്റ ക്യാപിറ്റൽ, TTK പ്രസ്റ്റീജ്, TVS മോട്ടോഴ്സ് എന്നിവ ഫലം പ്രഖ്യാപിക്കും. 29-ന് കോൾ ഇന്ത്യ ലിമിറ്റഡ്, ധനലക്ഷ്മി ബാങ്ക്, LIC ഹൗസിംഗ് ഫിനാൻസ്, V-Guard എന്നിവയുടെ ഫലം പുറത്തു വരുന്നുണ്ട്. ബന്ധൻ ബാങ്ക്, കാനറ ബാങ്ക്, സിപ്ല, ഡാബർ ഇന്ത്യ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ITC എന്നിവ 30-ന് ഫലം പ്രഖ്യാപിക്കും. 31-ന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെയും മാരുതിയുടെയും ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ഹിന്ദുസ്ഥാൻ യൂണിലീവർ ലിമിറ്റഡ് ഓഹരി ഉടമകൾക്ക് ഓഹരി ഒന്നിന് 19 രൂപ നിരക്കിൽ ഇടക്കാല ലാഭവീതം അനുവദിച്ചിട്ടുണ്ട്. ഈ ഇടക്കാല ലാഭവീതത്തിന് അർഹത നേടാൻ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് നവംബർ 7 നിശ്ചയിച്ചിട്ടുണ്ട്. നവംബർ 20-ന് എല്ലാ ഓഹരി ഉടമകൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഇടക്കാല ലാഭവീതം എത്തുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്.